എടാ മരനാറികളെ, ഈ കണ്ട സാധനമൊക്കെ ഈ കോമ്പൗണ്ടിലിട്ട് നീയൊക്കെ മോന്തിയതോ മോന്തി. എന്നാ കാര്യം കഴിഞ്ഞപ്പോ തെളിവ് നശിപ്പിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടായോടാ. അതിന്റെ കാർത്തേക്ക് ബോട്ടിലാട്ടയും കൊടുക്കണം, ഹാപ്പിയാവും. അച്ചോ ബീരടിച്ച ഞങ്ങളച്ചോ, പക്ഷെ സത്യമായിട്ട് വാറ്റടിച്ച ഞങ്ങളല്ല അച്ചോ. ഞങ്ങളെ ഇടിക്കല്ലേ അച്ഛോ. കള്ളം പറയുകയാണെങ്കിൽ ഞങ്ങളെ തല പൊട്ടി തെറിക്കട്ടെ അച്ചോ. കരന്ന് വിടറ. കർത്താവ് ജാതിക്ക ഇവിടെ ഇപ്പോ ജാതിക്കേറ്റ് മാറ്റണേരാ. തങ്കച്ചൻ ജയിലിൽ നിന്ന് വന്നു. ബേബി വെയില് മുക്കുന്നതിനപ്പുറം പറിച്ചു തീർക്കോടാ. ആ പറിക്കല്ലേ. ഇവിടെ റേഞ്ച് ഉണ്ടാ. ഹലോ തങ്കച്ച, എന്താ? ഈ കഴിഞ്ഞ ദിവസം എന്റെ പിള്ളേരാരെങ്കിലും അവിടെ വന്ന് സാധനം വാങ്ങിച്ചോ? ആ അത് പിന്നെ അച്ഛാ, അതെ പറയടാ. അത് നമ്മുടെ കുഞ്ഞച്ഛന്റെ മോളും ഒരു പയ്യനും കൂടെ കുഞ്ഞച്ഛനാന്നും പറഞ്ഞ ഒരു 1/2 ലിറ്റർ വാങ്ങിയായിരുന്നു. എന്താച്ചാ വല്ല പ്രശ്നമുണ്ടാ? അപ്പോ വാറ്റിന്റെ കാര്യത്തിനൊരു തീരുമാനമായി. ഇനി ബിയറിന്റെ കാര്യം. മക്കളൊരു കാര്യം ചെയ്യും, പള്ളിപ്പറമ്പിൽ പോയിട്ട് ഒരു 50 തെങ്ങിന്റെ തടയെടുക്ക. താങ്ക് യു അച്ചോ. ആ ഞാനാകെ പേടിച്ചു പോയടാ. അച്ഛൻ നമ്മുടെ അവിടെ വന്നേ. ഞാൻ നിങ്ങക്ക് പണിഷ്മെന്റാ തന്നേ, അല്ലാതെ പാരിതോഷികല്ല. അതിന്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് പോടാ. കുഞ്ഞച്ചൻ പണി പിന്നാലെ വരുന്നുണ്ട്. നീ അതൊന്നും കേൾക്കണ്ട. മൂത്തിട്ടില്ല, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പറപ്പിക്കായിരുന്നു. മോനേടാ, എന്ത് സിൻസിയറിറ്റിയാടാ. ഇതെല്ലാം കൂടി ഒന്ന് തീർക്കുവോ? ഇതിട്ട് ഒരാഴ്ച ഓടിക്കാനുള്ളയാ. ആ പിന്നെ നാളെ ആരും യൂണിഫോം ഇട്ട് വരരുത്, വർക്കിംഗ് ഡ്രസ് ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പരീക്ഷ ചെയ്യുന്നവരെ നമ്മൾ ഇവിടെ തന്നെ. നീ എന്തിനാണ് നേരത്തെ ക്ലാസ് കളയണേ? നിനക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ഒഴിയാറുന്നില്ലേ? നീ എന്ന് വർത്താനാടായി പറയുന്നേ. ചന്തു അങ്ങനെ കൂട്ടുകാരെ ഒറ്റക്കാക്കി പോവൂല. ഇതുപോലെ ഓരോ കൂട്ടുകാർ നാറികൾ കാരണമാണ് ചന്തുവിന്റെ 4-5 കൊല്ലം 3G ആയി പോയത്. ഇപ്പൊ ശരിക്കും നീ അവിടെ കിടന്ന് ചവിട്ട് കാണാൻ കാണിക്കാതെ പോടാ. കിണറ്റിന്റെ അവിടെ മോട്ടർ റൂം ഇത് നമ്മളെ ഇരിക്കും കേട്ടോ. അവിടെ ഒറ്റയ്ക്ക് വെച്ചോളൂ. എടി